अस्सलाम वालेकुम रहमतुल्लाह. ബാക്കി നോക്കിയോ. നൗക്കറിനെ ജവാബ് ദിയ. വേലക്കാരൻ മറുപടി പറഞ്ഞു, അജി ഉൻകി ക്യാ മജാൽ ഹെ. ബഹുമാനപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് സന്ദർഭമാണുള്ളത്? മജാല് സന്ദർഭം. ആപ്പ് ബേഫിക്കർ രഹിയെ, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കോ. ബേഫിക്കർ രഹിന, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത്തിമീനാൻ സെ സോജായേ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. ആക്കാ ബേച്ചാര, പാവം ഉടമസ്ഥൻ. തസല്ലി ആമേസ് ബാത്ത് സുൻകർ പിർ സോഗയ. ഈ സമാധാനം കലർന്ന, ശാന്തി കലർന്ന, തസല്ലി ആമേസ് എന്ന് പറഞ്ഞെങ്കിൽ സമാധാനം കലർന്ന, ബാത്ത് സുൻകർ സംസാരം കേട്ടിട്ട് പിർസോഗയ പിന്നെ ഉറങ്ങി. ആദി രാത് കെ ബാദ്, പാതിരാവിന് ശേഷം, പിർ ഉസ്കി ആങ്ക് കുലി, അദ്ദേഹത്തിൻ്റെ കണ്ണ്, യജമാനൻ്റെ കണ്ണ് ഒന്നും കൂടി തുറന്നു. അവർ പൂച്ച പിന്നെ ചോദിച്ചു, ഏ ബാഖബർ, ഓ വിഡ്ഡിയെ. ബാഖബർ എന്നുള്ള അതൊരു അടിമൻ അല്ലെങ്കിൽ വേലക്കാരനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ബാഖബർ, വിവരമില്ലാത്തവനെ. അബ് കിസ് ഫിക്കർ മേഹെ, ഇപ്പോൾ ഏത് ചിന്തയിലാണ്? ഓക്കെ, പാടോർമ്മണ്ടല്ലോ, ഒരു കുതിരയായിട്ട് ഒരു വേലക്കാരനും അതേപോലെ ഉടമയും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഏതൊരു നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഉടമ ഉറങ്ങുന്നു, വേലക്കാരന് കുതിരയെ കാവലിരിക്കുന്നു, കള്ളനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ വർക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ഉടമസ്ഥൻ എഴുന്നേൽക്കും, എന്നിട്ട് വേലക്കാരനോട് സൂക്ഷിക്കാൻ വേണ്ടി പറയും. നൗക്കറിന് ജവാബ് ദിയ. അങ്ങനെ ഇപ്രാവശ്യം ആര്? വേലക്കാരൻ മറുപടി പറഞ്ഞു, ഹുദാവന്ത്, ഓ ഉടമസ്ഥനെ. ഹുദാവന്ത് ദൈവം എന്നുണ്ട്, ഇവിടെ ഉടമസ്ഥനെ. അപ്പം സോച്ച് രഹാഹു, ഞാൻ ഇപ്പോൾ ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഹുദാവന്ത് താലാനെ, അള്ളാഹു താല, ലംബ ചോട ഔർ ബേ കിനാർ ആസ്മാൻ, ഈ നീളമുള്ളതും അതേപോലെ വീതിയുമുള്ളതും അതേപോലെ ബേ കിനാർ അറ്റമില്ലാത്തതുമായ ആസ്മാൻ, ആകാശം. ലംബ പറഞ്ഞെങ്കിൽ നീളമുള്ള, ചോടാണെങ്കിൽ വീതിയുള്ള. ബിഗൈർ സുത്തൂനോക്കെ, തൂണുകളൊന്നുമില്ലാതെ, കിസ്തറഹ് എപ്രകാരമാണ്, കടാക്കരക്കാഹെ വെച്ചിട്ടുള്ളത്. ഓക്കെ, തൂണൊന്നുമില്ലാതെ അങ്ങനെയാണ് ഇത്ര വലിയ ആകാശം അള്ളാഹു വെച്ചിട്ടുള്ളത്. അവർ അതേപോലെ കീൽ ഗാർഡനമേ, ഞങ്ങൾ കുറ്റി അടിക്കുമ്പോൾ, കീലറിനെങ്കിൽ കുറ്റി, മുള്ള് അല്ലെങ്കിൽ കുറ്റി അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആണിക്കും പറയും. ഓക്കെ, ആണി, കീല്, ആണി ഗാർഡനമേൻ തറപ്പിക്കുമ്പോൾ, ഗാർഡന തറപ്പിക്കുക, ആണി തറപ്പിക്കുമ്പോൾ, ജമീൻ കി മിട്ടി, ഭൂമിയിലുണ്ടാവുന്ന മണ്ണ്, കഹാം ഗായിബ് ഹോ ജാത്തി ഹെ, എങ്ങോട്ടേക്കാണ് മറിഞ്ഞു പോകുന്നത് അല്ലേ. ആണിയെല്ലാം അടിക്കുമ്പോൾ അല്ലെങ്കിൽ കുത്തുമ്പോൾ എന്താവും, വലിയ ഓൾസാവും, ഭൂമിയിൽ ഒട്ടാവും. പക്ഷെ അപ്പോൾ അവിടുത്തെ മണ്ണുകൾ ഏത് വശത്തേക്കാണ് നീങ്ങിപ്പോകുന്നത്, എവിടേക്കാണ് അപ്രത്യക്ഷമാവുന്നത് എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ. നൗക്കർക്കിയെ വാഹിയാത്ത് ബാത്ത് സുൻകർ ആക്കാനെ കഹ, വേലക്കാരൻ്റെ ഈ ഒരു വിഡ്ഢിത്തമായ കാര്യങ്ങൾ കേട്ടിട്ട് ഉടമസ്ഥൻ പറഞ്ഞു, യജമാനൻ പറഞ്ഞു. വാഹിയാത്തെങ്കിൽ അനാവശ്യ, വിഡ്ഢിത്തമായ കാര്യങ്ങൾ, വിഡ്ഢിത്തങ്ങൾ. ബേഖബർ, വിഡ്ഢിയെ. തേരി ഈസ് ബേഖബരീസെ, നിന്റെ ഈ ഒരു വിഡ്ഢിത്തത്തിൽ നിന്ന്, മുജെ ഹൗഫ്, എനിക്ക് പേടിയാണ്. എന്തെന്നാൽ കോയി, ആരെങ്കിലും, മേരാ ഗോഡ, എൻ്റെ കുതിരയെ, ഉടാക്കർ ചലേ, എടുത്തു പോകാതിരിക്കട്ടെ. അച്ഛാ ശരി. കാംകർ, ഒരു ജോലി ചെയ്, നിങ്ങളൊരു കാര്യം ചെയ്. അഗർ തേരാ ജി സോനെക്കോ ചാഹെത്തോ സോജോ, നിന്റെ മനസ്സ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഉറങ്ങോ. നൗക്കറിനെ പിർ വഹി ജവാബ് ദിയ, അപ്പോഴും വേലക്കാരൻ അതേ മറുപടി പറഞ്ഞു. ഏത്? ഖുദാവന്റെ നേമത്ത്, ഓ അനുഗ്രഹങ്ങളുടെ തമ്പുരാനെ, അതായത് ഉടമസ്ഥനെ. ആ ഇത്തിമീനാൻ റക്കിയെ, നിങ്ങളൊന്ന് സമാധാനിക്കൂ. മൈ പൂരി തരഹ്, ഞാൻ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും, ഖബർദാർ ഔർ ഹോഷിയാർഹും, ബോധവാനും, അത് ഹോഷിയാർ ഖബർദാർ രണ്ടും ഒരേ അർത്ഥം. ബോധവാൻ, ഖബർദാർ അല്ലെങ്കിൽ ഹോഷിയാർ, ഞാൻ ബോധവാനാണ്. മാലിക് ബേച്ചാര പിർ സോഗയ, അത് കേട്ടപ്പോൾ പിന്നെയും എന്താക്കി, ഉടമസ്ഥന് ഉറങ്ങി. ഓക്കെ, അതിനടുത്ത തീൻ പഹർ രാത് കെ ബാദ് പിർ അച്ചാനക് ഉസ്കി ആങ്ക് കുൽ ഗയി, പിന്നെ വീണ്ടും തീൻ പഹർ രാത്ത്, രാത്രിയുടെ 3 ഭാഗങ്ങൾക്ക് ശേഷം. പഹർ ഭാഗം, ഇപ്പം രാത്രിയുടെ എന്തായി, ഒരു ഭാഗം കഴിഞ്ഞ് 2 ഭാഗം കഴിഞ്ഞ് 3-ാം ഭാഗവും കഴിഞ്ഞതിന് ശേഷം, പഹർ ഭാഗം ശേഷം. പിർ അച്ചാനക് പെട്ടെന്ന്, ഉസ്കി ആങ്ക് കുൽ ജായി, അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒന്നും കൂടി വിടർന്നു, തുറന്നു. ഉസ്നെ പൂച്ച, ആ സമയത്ത് വേലക്കാരനോട് ചോദിച്ചു, ക്യോ ബൈ ക്യാ ഖബർ ഹെ, എന്തൊക്കെ വിശേഷം, എങ്ങനെയുണ്ട്? ഇസ് ബാർ നൗക്കറിനെ ജവാബ് ദിയ, ഇപ്രാവശ്യം വേലക്കാരൻ മറുപടി പറഞ്ഞു. ഖുദാവന്റെ നേമത്ത്, ഓ തമ്പുരാനെ, അല്ലെങ്കിൽ ഓ എന്തേ ഉടമസ്ഥനെ. അബ് മൈ സോച്ച് രഹാഹു, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഊണ്ടിക്ക് പീട്ട് മേ ഗോലിയാ കോൻ ബാന്ധത്താ ഹെ ഔർ കേലെ കി പത്തോം പർ ഹൂദ് ബഹൂദ് ഇസ്തിരി കിസ് തര ഹോ ജാത്തി ഹെ. ഞാൻ ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഊണ്ടിക്ക് പേട്ട് മേ, ആരുടെ? ഒട്ടകത്തിൻ്റെ പുറത്ത്, പേട്ട് പുറം,
ഊണ്ട് ഒട്ടകം. ഗോലിയാം, ആ ഒരു ഗോലിയ അല്ലെങ്കിൽ ഉരുണ്ട ഷേപ്പ്, ഗോലിയാം സർക്കിൾ ഉരുണ്ട ഷേപ്പ്, ആ ഒരു അതിൻ്റെ പൂഞ്ഞ, ഗോലി പൂഞ്ഞ, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ, ആ ഉരുണ്ട പോലത്തെ സാധനം റൗണ്ട്. കോൺ ബാന്ധത്താഹെ, അതാണ് കെട്ടുന്നത്, അത് എങ്ങനെ ഉണ്ടാവുന്നു, ബാന്തിന കെട്ടുക. ഓക്കെ. അവർ കേലേക്ക് പത്തോം, അതേപോലെ നമ്മുടെ പഴത്തിൻ്റെ കേല ബനാന പഴം കെ പത്തോം പറ, അതിൻ്റെ ഇലകളിൽ ഹൂദ് ബഹൂദ് സ്വന്തമായി ഇസ്തിരി കിസ്തര ഹോ ജാതി ഹെ, എങ്ങനെയാണ് ഇസ്തിരി ഉണ്ടാവുന്നത്. ഓക്കെ. പഴത്തിൻ്റെ തോലറിയുള്ള അല്ലെങ്കിൽ പഴത്തിൻ്റെ ലീഫ്, അതിൽ എങ്ങനെയാണ്, അതൊരു ഇസ്തിരിട്ട രൂപത്തിലാണല്ലോ, അത് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇസ്തിരി വരുന്നത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇസ്തിരി ഹോജാൻ ഇസ്തിരി പോലെ ആവും, ഇസ്തിരിട്ട പോലെ ആവുക. അടുത്ത ഗറസ്, ചുരുക്കത്തിൽ കെ മാലിക് ബേച്ചാര, പാവം മാലിക്. പിർ നൗക്കർ കി ബാത്തോമി ആക്കർ, ഈ വേലക്കാരൻ്റെ സംസാരം കേട്ടിട്ട് ബേഫിക്രീസെ, ഒരു ശ്രദ്ധയും ഇല്ലാതെ സോഗയ, ടെൻഷൻ ഒന്നും അടിക്കാതെ ഉറങ്ങി. और जब 4 घड़ी शब बाकी तो एक बार उसकी आंख फिर खुली, उसने नौकर से अब के पूछा. അങ്ങനെ ജബ് 4 घड़ी शब ബാക്കി തി, രാത്രിയിലെ വെറും 4 മണിക്കൂർ മാത്രം ബാക്കിയുണ്ടാവുന്ന സമയത്ത്, ഷബ് രാത്രി, ദിൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷബ്. ഓക്കെ. തോ ഏക് ബാർ, ഒരു പ്രാവശ്യം, ഉസ്കി ആങ്ക് പിർ കുലി, അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരു പ്രാവശ്യം കൂടി തുറന്നു. ഉസ്നെ നൗക്കർ സെ അബ്കെ പൂച്ച, ഈ സമയത്ത് അദ്ദേഹം വേലക്കാരനോട് ചോദിച്ചു, ക്യോം ഭായ് അബ് ക്യാ ഖബർ, ഇപ്പോൾ അവസ്ഥ എന്താണ്. നൗക്കറിനെ ജവാബ് ദിയ, വേലക്കാരൻ മറുപടി പറഞ്ഞു, ഖുദാവത്ത് തമ്പുരാനെ, ബസ് ചോർ ബി ബഹുത്ത് ദാനിഷ്മന്ത് ഔർ അപ്നെ കാം മെം ബഡേ മാഹിർ ഹോത്തെ ഹൈ. ബസ് ചോർ ബി, ചില കള്ളന്മാരും, കള്ളന്മാരും, ബഹുത്ത് ദാനിഷ്മന്ത്, വളരെ ബുദ്ധിമാനും, ഔർ അപ്നെ കാമിൻ, തങ്ങളുടെ ജോലിയിൽ, ബഡയെ മാഹിർ ഹോത്തെ ഹെ, വളരെ നിപുണന്മാരുമാകുന്നു. മാഹിർ ആണെങ്കിൽ സമർത്ഥൻ അല്ലെങ്കിൽ നിപുണൻ. ഓക്കെ. ദാനിഷ്മന്ത് അക്കൽമന്ത്, ബുദ്ധിമാൻ. കിത്തിനെ അജീബ് ബാത്ത് ഹെ, എത്രമാത്രം അത്ഭുതകരമായ കാര്യമാണ്. എന്തെന്നാൽ ഐസാഹി കോയി മുഹ്സോർ ചോർ, ഐസാഹി ഇങ്ങനെയുള്ള, കോയി ഏതോ, മുഹ്സോർ ചോർ, മുഹ്സോറുടെ ഉദ്ദേശം ക്രൂരനായ, അല്ലെങ്കിൽ അനുസരണ ഇല്ലാതെ എന്നല്ല പറയാം. ഓക്കെ. മുഹ്സോർ, അങ്ങനെയുള്ള ഏതോ ഒരു അനുസരണ ഇല്ലാതെ കള്ളൻ, സുരംഗിലഗാനാണെങ്കിൽ തുരക്കുക, മതിൽ തുരക്കുക എന്നല്ല പറയും. സുരംഗിലഗാക്കർ ഗോഡ ലേ ഉട, ഇങ്ങനെ തുരന്നുകൊണ്ട്, എന്തിനെ കൊണ്ടുപോയി, കുതിരയെ കൊണ്ടുപോയി. മാലിക്കിനെ ബഡി ബേബസ് നസ്രോം സെ ഉസ്കി തറഫ് ദേക്ക, ഉടമ വളരെ നിസ്സഹായതയോടെ, ബേബസ് നസർ, നിസ്സഹായതയുടെ കണ്ണുകളോടെ, ഉസ്കി തറഫ് ദേക്ക, അവൻ്റെ ഭാഗത്തേക്ക് നോക്കി. ക്യാ കഹ, എന്താ പറഞ്ഞ്, ചോർ ഗോഡലെ ഉട, കള്ളന് കുതിരയെ കൊണ്ടുപോയിന്നോ. ഫിർ തും യഹാം ബൈഠെ ഹുയെ ക്യാ കർ രഹെ ഹോ, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്. നൗക്കറിനെ നിഹായത്ത് സഞ്ജീദ്ഗി സെ ജവാബ് ദിയ, നമ്മുടെ വേലക്കാരൻ അങ്ങേയറ്റം സഞ്ജീദഗി ഗൗരവത്തോടെ ജവാബ് ദിയ, മറുപടി പറഞ്ഞു. ഖുദാവന്റെ നേമത്ത്, പ്രഭോ, ആപ്കായ ഗുലാം നാക്കാം, അങ്ങയുടെ പാവം അടിമ, നാക്കാം പാവം, ഇസ് ഫിക്ർ മെ ഹെ, ഈ ചിന്തയിലാണ്, കെ എന്തെന്നാൽ, घोड़ा चोरी हो जाने के बाद उसकी जीन और खौगीर आपको अपने सर पर रखना पड़ेगा या मुझको अपने सर पर लाद कर ले चलना होगा. ഞാൻ ഈ ചിന്തയിലാണ് പ്രഭു, ഇപ്പം എന്നോട് വേറൊന്ന് ചോദിക്കണ്ട, ഞാൻ ഈ ചിന്തയിലാണ്. ഇയാളെപ്പം ചിന്തയിൽ തന്നെ, അതിനോടല്ലേ നമ്മളെ ഹെഡിങ് തന്നെ അങ്ങനെയല്ലേ, ഫൽസഫി നൗക്കർ, തത്വജ്ഞാനിയായ വേലക്കാരൻ. കെ എന്തെന്നാൽ, ഗോഡ ചോരി ഹോജാനയ്ക്ക് ബാദ്, കള്ളൻ മോഷണം പോയതിന് ശേഷം, ചോരി ഹോജാന മോഷണം പോയതിന് ശേഷം, ഉസ്കി ജീൻ, ഈ കുതിരയുടെ പുറത്ത് വെക്കുന്ന ഈ സാധനങ്ങൾ, ഈ ജീനി, അവർ ഹൗഗീർ പറഞ്ഞെങ്കിൽ ജീനിയുടെ അടിയിൽ വെക്കുന്ന തുണി, ഹൗഗീർ ജീനിയുടെ അടിയിൽ വെക്കുന്ന തുണി. അപ്പോൾ ഈ കുതിരയുടെ ബാക്കിയുള്ള അതിൻ്റെ ഭാണ്ഡങ്ങൾ, അതിൻ്റെ ജീനിയും അതുപോലെ തുണികളൊക്കെ, ആപ്കോ താങ്കൾക്ക്, അപ്നെ സർ പർ റഖ്നാ പടേഗ, നിങ്ങളുടെ തലയിൽ വെക്കേണ്ടി വരുമോ, യാ അല്ലെങ്കിൽ മുജ്കോ എനിക്ക്, അപ്നെ സർ പർ എൻ്റെ തലയിൽ, ലാദ് കർ ലേ ചൽനാ ഹോഗ, അതിനെ ചുമന്നുകൊണ്ട് പോവേണ്ടി വരുമോ എന്ന ചിന്തയിലാണ്. ഓക്കെ.
ലാദ് കർണ ആണെങ്കിൽ ചുമക്കുക, ഭാരം ചുമക്കുക. ലാദ് കർണ ഭാണ്ഡം ചുമക്കുക. ഇപ്പം എന്നോട് എന്ത് ചോദിക്കണ്ട, ഇപ്പം ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഭാണ്ഡമെല്ലാം ആര് ചുമക്കും, ഞാൻ ചുമക്കും അല്ലെങ്കിൽ നിങ്ങൾ ചുമക്കും എന്ന ചിന്തയിലാണ്. ദഹ്ശത്ത് അസർ ഖബർ സുൻകർ, ഈ അന്താളിപ്പുണ്ടാക്കുന്ന ഈ ഒരു വാക്ക് കേട്ടിട്ട് ആക്കാക്കെ ഹോഷ് ഉഡ്ഗയെ, തമ്പുരാൻ്റെ ഉടമയുടെ എന്തായി ബോധം തന്നെ നഷ്ടപ്പെട്ടു. ഉസ്നെ ഇസ് ബേവക്കൂഫ് നൗക്കർക്ക് ബഹുത്ത് സഖ്ത് സസ്ത് സുനായി. അപ്പോൾ അദ്ദേഹം എന്താക്കി, ഈ വിഡ്ഢിയായ വേലക്കാരന് ഒരുപാട് ശകാരങ്ങൾ കേൾപ്പിച്ചു. സഖ്ത് സസ്ത് സുനാന പറഞ്ഞെങ്കിൽ ശക്തമായ ശകാരം കേൾപ്പിക്കുക. സസ്ത സുനാന ശകാരം കേൾപ്പിക്കുക. സസ്ത സുനാന. ഗോഡ ചോരി हो जाने का उसे बेहद अफसोस हुआ. കുതിര മോഷണം പോയതിൽ അദ്ദേഹത്തിന് ബേഹദ് അങ്ങേയറ്റം അഫ്സോസ് ഹുവ ദുഃഖമുണ്ടായി. ലേക്കിൻ പക്ഷേ അബ് ക്യാ ഹോ സക്താത്ത, ഇപ്പം എന്ത് ചെയ്യാനായിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം എന്ത് ചെയ്യാനായിരുന്നു. ജബ് ചിടിയാൻ ചുഗ് ഗൈ കേറ്റ്സ്, പക്ഷികൾ എന്താക്കി കഴിഞ്ഞിരുന്നു, പക്ഷികൾ വയലിനെ കൊത്തിപ്പെറുക്കി അതിൻ്റെ നെല്ലുകളൊക്കെ കൊത്തിപ്പെറുക്കി കഴിഞ്ഞിരുന്നു. ഇനി നെല്ലിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് അരിയെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു പോയി, ഇനി ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഇനി കുതിരനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, അതെല്ലാം പോയി കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ചൊല്ല് പറഞ്ഞതാണ്. ഓക്കെ, മുസോറിന് ക്രൂരന് അല്ലെങ്കിൽ എന്ത് ഒരു അനുസരണ ഇല്ലാത്തവൻ. അപ്പോൾ അനുസരണ ഇല്ലാതെ ചോർ ചെയ്ത ഒരു കള്ളൻ സുരംഗിലകാക്കർ തുരന്നിട്ട്, സുരംഗിലകാന തുറക്കുക. ഗോഡ ലേ ഉഡ, ഗോഡയെ കുതിരയെ കൊണ്ടുപോയി. മാലിക്കിനെ ബഡി ബേബസ് നസ്രോൻസ്, ഈ ഉടമ വളരെ ബേബസ് ആണെങ്കിൽ എന്ത് നിസ്സഹായമായ കാഴ്ചയോടെ ഉസ്കി തറഫ് ദേക്ക, അവൻ്റെ ഭാഗത്തേക്ക് നോക്കി. ക്യാ കഹ, എന്താ പറഞ്ഞ്, ചോർ ഗോഡ ലേ ഉഡ, കള്ളൻ കുതിരയെ കൊണ്ടുപോയെന്നോ. പിർ തും യഹാം ബൈഠേ ഹുയേ ക്യാ കർ രഹേ ഹോ, എന്നാൽ നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു. നൗക്കറിനെ നിഹായത്ത് സഞ്ജിദ്ഗി സെ ജവാബ് ദിയ, വേലക്കാരൻ അങ്ങേയറ്റം അങ്ങേറ്റം സഞ്ജിദ്ഗി സെ ഗൗരവത്തോടെ ജവാബ് ദിയ, മറുപടി പറഞ്ഞു. ഖുദാവന്റെ നെഹ്മത്ത്, തമ്പുരാനെ, ആപ്ക യ ഗുലാം നാക്കാം, അങ്ങയുടെ പാവം, ഈ അടിമ വേലക്കാരൻ, നാക്കാം പാവം, ഈസ് ഫിക്ർ മേ ഹെ, ഈ ചിന്തയിലാണ്, അതുകൊണ്ട് എന്നെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഞാനിപ്പോഴും ചിന്തയിലാണ്. നമ്മുടെ ഹെഡിങ് അങ്ങനെയാണല്ലോ അല്ലേ, ഫൽസഫി നൗക്കർ, തത്വജ്ഞാനിയായ വേലക്കാരൻ. എന്തെന്നാൽ ഗോഡ ചോരി ഹോ ജാനയ്ക്ക് ബാദ്, കുതിര മോഷണം പോയതിന് ശേഷം ഉസ്കി ജീൻ, അതിൻ്റെ ജീനിയും, ജീൻ പറഞ്ഞെങ്കിൽ ജീനി, അവർ ഹൗഗീർ, ജീനിയുടെ അടിയിൽ വെക്കുന്ന തുണിയാണ് ഹൗഗീർ. ഓക്കെ, ജീനിയുടെ അടിയിൽ വെക്കുന്ന തുണി, അതൊക്കെ ആപ്കോ അപ്നെ സർ പർ റഖ്നാ പടേഗ, താങ്കൾക്ക് താങ്കളുടെ തലയിൽ വെക്കേണ്ടി വരുമോ. കുതിരൻ്റെ ബാക്കിയുള്ള ഭാണ്ഡങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അത് താങ്കളുടെ തലയിൽ വെക്കേണ്ടി വരുമോ. അല്ലെങ്കിൽ മുജുക്കോ, എനിക്ക് അപ്നെ സർ പർ, എൻ്റെ തലയിൽ ലാദ് കർ ലേ ചൽനാ ഹോഗ, വഹിച്ചിട്ട് ചുമന്നിട്ട് പോവേണ്ടി വരുമോ. ലാദ് കർണ അല്ലെങ്കിൽ ഭാരം വഹിക്കുക, ചുമക്കുക, ഭാണ്ഡം വഹിക്കുക, ഭാണ്ഡം ചുമക്കുക. ഓക്കെ, ദഹ്ശത്ത് അസർ ഖബർ സുൻകർ, ഈ അന്താളിപ്പിക്കുന്ന വാർത്ത കേട്ടിട്ട് ആക്കാക്കെ, നമ്മുടെ ഉടമയുടെ ഹോഷ് ഉഡ്ഗയി, അദ്ദേഹത്തിൻ്റെ ബോധം തന്നെ പോയി. ഹോഷ് ഉഡെന്ന് പറഞ്ഞെങ്കിൽ ബോധം പോവുക. ഉസ്നെ ഇസ് ബേവക്കൂഫ് നൗക്കർക്കോ, അദ്ദേഹം വിഡ്ഢിയായ ആ വേലക്കാരന്, ബേവക്കൂഫ് പറഞ്ഞെങ്കിൽ വിഡ്ഢിയായ വേലക്കാരന് ബഹുത് സഖ്ത്, വളരെ ശക്തമായ, സസ്ത് സുനായി, ശകാരം ചൊരിഞ്ഞു, ശകാരം കേൾപ്പിച്ചു. സസ്ത് സുനാന ശകാരിക്കുക. ഓക്കെ, സസ്ത് സുനാന ശകാരിക്കുക. സഖ്ത് അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ തെറി വിളിച്ചു. ഗോഡ ചോരി ഹോ ജാനേക്ക ഉസ, ഗോഡ ചോരി ഹോ ജാനേക്ക്, കുതിര മോഷണം പോയതിൽ ഉസേ, ആ വേലക്കാരന് ബേഹദ് അങ്ങേയറ്റം അഫ്സൂസ് ഹുവ, ദുഃഖമുണ്ടായി. അഫ്സൂസ് ദുഃഖം. ലേക്കിൻ പക്ഷേ അബ് ക്യാ ഹോ സക്താത്ത, പക്ഷേ അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇപ്പം എന്ത് ചെയ്യാനായിരുന്നു. ജബ് ചിടിയാൻ ചുക്ക് ഗൈ കേറ്റ്സ്, പക്ഷികളൊക്കെ നെല്ലുകളും അരികളും ഒക്കെ കൊത്തിപ്പെറുക്കി പാടങ്ങളിൽ നിന്ന് അരികളും നെല്ലുകളൊക്കെ കൊത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ലാസ്റ്റ് ഒരു പഴഞ്ചൊല്ല് ഒരു ചൊല്ല് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഇനി
നമ്മൾ അരിനോർത്തിട്ട് കാര്യമില്ല, കാരണം പക്ഷികളെല്ലാം പെറുക്കിക്കൊണ്ടുപോയി, ഇനി അടുത്ത പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി എന്ന രീതിയിൽ ഇവിടെ കുതിര പോയി കഴിഞ്ഞു. ഇനി കുതിരൻ്റെ കാര്യത്തിൽ കാര്യമില്ല. ഓക്കെ.